ഉപദ്രവം എന്ന് പറഞ്ഞാൽ മേഡം, ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഉപദ്രവമാ. എൻ്റെ കണ്ണിൻ്റെ ഇത് കണ്ടോ, ഇവിടെ ഒരു അടയാളം. എൻ്റെ കണ്ണിനെ കണ്ട് ഇടിച്ചത്. എൻ്റെ കുഞ്ഞ് ഇദ്ദേഹം ഇതുപോലൊക്കെ പിണങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞ അവിടെ നമ്മളവിടെ ബാബുജി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് സ്കൂളുണ്ട്, അവിടെ LKG-യിലാക്കിയാക്കി നല്ലതുപോലെ പഠിക്കും. അപ്പോഴും ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ല. ഞാൻ ഇങ്ങനെ വിഷമിച്ച് വരുമ്പോൾ ഇദ്ദേഹം ഇവക്ക് ഫോൺ ചെയ്യുക, കോഴിക്കോട്ട് നിൽക്കി നോക്ക്. അപ്പൊ ഞാനിങ്ങനെ നോക്കി നോക്കി അങ്ങ് പോയപ്പോ, എന്താ നോക്കുന്ന, എന്തടി നോക്കുന്നത്, നീ മിണ്ടാതെ പോണേ എന്ത്? അപ്പൊ ഞാൻ തിരിച്ചു വന്നു. കൊച്ചിന് ഫീസ് കൊടുത്തില്ല, അവരെന്നെ വഴക്ക് പറഞ്ഞു. എൻ്റെ അടുത്ത് ഫീസ് ചോദിക്കാൻ നിനക്കെന്ത് അവകാശം? കഴിഞ്ഞ വർഷം ഇദ്ദേഹം ഓണത്തിന് ഞങ്ങളെ കൂടെ നിന്നിട്ട് ചതയാഘോഷത്തിന് ഓണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചതയാഘോഷം ഇത്തവണ മുമ്പേ ഇരുന്നല്ലേ. എങ്കിൽ ഞാനൊന്ന് കറങ്ങിയിട്ട് വരട്ടെന്നും പറഞ്ഞ പോയ മനുഷ്യനെ കണ്ടില്ല. ഉച്ച കഴിഞ്ഞിട്ടും കണ്ടില്ല. അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് ഞാൻ ദാ വരുന്നെന്ന് പറഞ്ഞു. അപ്പോഴവളെ വീട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. പാഞ്ഞിങ്ങനെ വന്നിട്ട് മൊബൈലുണ്ടെന്ന് അവിടെ വെച്ചിട്ട് ഇദ്ദേഹം അവരെ വീട്ടിൽ പോയി. ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ ഇവിടെ നമ്പർ വിളിച്ചപ്പോൾ ഇവിടെ എടുത്തപോലെ അണ്ണനങ്ങ് വീട്ടിൽ എത്തിയോ എന്ന് ചോദിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് മിക്ക ദിവസം മൊബൈൽ എടുത്ത് വെച്ച് എന്തരം ഇങ്ങനെ കാണും. ഇങ്ങനെ ഞാൻ ചെന്ന് എത്തി നോക്കിയപ്പോൾ ഇവര് തങ്ങളിലുള്ളത്. എന്നിട്ട് ഇത് കണ്ടാടി, നിന്നെ കൊണ്ട് പറ്റുമോ ഇങ്ങനെയെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്കൊരു മകളുണ്ട്, കൊച്ചു വലുതായി വരുക. ഇവിടെ ചെയ്യുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ ഇംഗ്ലീഷുകാർ കാണിക്കുന്ന കണക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പന്ന സ്ത്രീ അല്ല, ഞാൻ കുടുംബത്തിൽ പറഞ്ഞതാ, എനിക്കത് കാണിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് അത് സുഖമില്ലാതായി മുറുക്കാൻ ചവയ്ക്കുന്നു. ഞാൻ പറഞ്ഞു മുറുക്കാൻ ചവയ്ക്കല്ലേ അസുഖം വരും. അത് അവള് പറഞ്ഞ് ബീഡി വലി കുറച്ചിട്ട് മുറുക്കാൻ ചവയ്ക്കാൻ, അവളും ചവയ്ക്കാന്ന് പറഞ്ഞു. ഇവളെ കയ്യിലും തെറ്റുണ്ട്. കാരണം ഇവൾ പോയപ്പോഴേ അതിൻ്റെ ഉള്ള നിയമം അവൾ ചെയ്യണമായിരുന്നു. പലയിടത്തും അവൾ കേസും കൊടുത്ത് കൊണ്ടുവന്ന് ഇതെല്ലാം ശരിയാക്കാം. അവൻ വിളിക്കുമ്പോൾ അവൻ്റെ പുറക്കെ പോകും, വീണ്ടും അവൻ വരും. ആ തരത്തിലുള്ളതാണ് ഇവളെ ആരും ഉള്ളതാണ്. ഇങ്ങനെയാണ് ഇപ്പം അങ്ങോട്ട് പറഞ്ഞിട്ട് പോയാൽ നാളെ ഇപ്പം നിങ്ങൾ പോകുമ്പോൾ നമ്മളെ തിരിഞ്ഞ് നീത്ത വിളിച്ചാലും ആവും. ഞാനിനി പട്ടിണി കിടക്കാൻ ഇല്ല, ഇനി ഞങ്ങളിൽ മുതലില്ല. അവിടെ ജയിച്ചില്ല, ഇനിയപ്പം കേസ് കൊടുത്താലേ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ബന്ധം മേഡം അവിടെ കൊച്ചിന് ഓണമായിട്ട് ഇവര് ഒന്നും തരത്തില്ല. ഞാൻ തൊഴിലുറപ്പിന് പോകും, അതിന്റെ പൈസ കിട്ടിയാലേ ഓണം കൊള്ളാക്കും. അപ്പൊ ഞാൻ മെമ്പറിനെ എപ്പോഴും ശല്യം ചെയ്യും. സാറേ ഞങ്ങൾക്ക് പൈസ വേണം, ഓണം കൊള്ളണമെന്ന് പറഞ്ഞു. അവന് കുഞ്ഞിന് വിശന്ന് വയ്യ. അപ്പൊ ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവരെ അച്ഛൻ അളന്ന് 3 സെന്റ് തന്നെടുത്ത് തടി വെച്ച്, മരുത്തടി. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ ഞങ്ങളത് വിശന്നിരിക്കുന്ന, മരുത്തടി കിടക്കയല്ലേ. ഞാൻ എൻ്റെ കൊച്ചിനെ പുഴുങ്ങി കൊടുക്കാമെന്ന് അതിൽ നിന്ന് 2 മണ്ണ് മാറ്റി 2 ചീനി എടുത്ത് പുഴുങ്ങി കൊടുത്തതിന് ഇനി അവിടെ ഉണ്ടാകാൻ വിപ്ലവം ഒന്നുമില്ല മേഡം. അമ്മാവൻ പറയാ വെട്ടി ഇറാവളാ, അല്ലെങ്കിൽ അവളെ പിടിച്ചില്ല റോഡിൽ കൊണ്ട് നിർത്തടാ. തനിക്ക് അന്യമായെന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ ഒറ്റപ്പെട്ടെന്ന് പരിഭവം പറയുന്നവൻ. അതിനാൽ തന്നെ ഞാൻ മറ്റൊരു പെണ്ണിന് മനസ്സ് കൊടുത്തുവെന്ന് ന്യായീകരിക്കുന്നയാൾ. തനിക്ക് സ്നേഹം തരാതെ കടന്നുപോയ ഭാര്യയെ താൻ അകറ്റിയെന്ന് തീരുമാനം പോലെ പറയുന്ന മനസ്സിനുടമ. ഇദ്ദേഹം ആ സ്ത്രീയെ കൊണ്ട് ബൈക്കിൽ പോണത് എൻ്റെ അയലത്തുള്ള ഒരാൾ കണ്ടിട്ട് പറഞ്ഞു, നീയല്ലേ അവൻ്റെ കൂടെ ബൈക്കിൽ പോയാ? അപ്പം ഞാൻ പറഞ്ഞു ഞാനെങ്ങും പോയില്ല മാമ, ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ഇന്ന സ്ത്രീ ആയിരിക്കും, ഇതൊരു കഥ ഇവിടെ വരുന്നുണ്ട്. ഇദ്ദേഹം പറയുന്ന കണക്ക് ഇദ്ദേഹത്തിന് യാതൊരുവിധ സംശയങ്ങളും എനിക്ക് ഇല്ലായിരുന്നു മേഡം. എൻ്റെ നാട്ടിൽ പോയി അന്വേഷിച്ച് നോക്ക്, എന്നെ പറ്റി പറയാം, ഒരു സംശയവും ഇല്ലായിരുന്നു. എന്താണ് അങ്ങനെ ഇല്ലെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ തന്നെയുള്ളത് ഇവർക്ക് സംശയമാണല്ലോ. ഇൻഫോം ചെയ്തില്ല എന്നുള്ളത് പാനൽ ഇപ്പൊ പറഞ്ഞു തെറ്റാണ്. കാരണം ആ ഡോക്ടർ ഇൻഫോം ചെയ്യണമായിരുന്നു. ഭർത്താവ് അടിച്ചിട്ടാണ് കണ്ണിനിങ്ങനെ അപകടം പറ്റിയത് എന്നുള്ളത് ഇൻഫോം ചെയ്യണമായിരുന്നു. ആ രീതിയിലൊക്കെ നിങ്ങളുടെ നാട്ടുകാരൊക്കെ കണ്ടിരിക്കുന്നു, ആ സ്ത്രീയായിട്ട് ബന്ധമുള്ള കാര്യങ്ങളും ഒക്കെ കണ്ടിരിക്കുന്നു. ആരും കണ്ടിട്ടൊന്നുമില്ല. നിങ്ങൾ ഈ മൊബൈൽ, ഈ വൃത്തികെട്ട മൊബൈൽ ആ സ്ത്രീയെ കാണിച്ച് ശരിയാണോ? അത് തെറ്റാണ്, ഞാൻ കാണിച്ചതൊന്നുമില്ല. പിന്നെ അത് ഇവര് ഉണ്ടാക്കി പറയുന്നതാണ്, ഞാൻ ആരെയും കാണിക്കാനൊന്നും പറയൂ. അങ്ങനെ നിങ്ങളതിലുണ്ടായിരുന്നു. ഇപ്പൊ ഇതൊക്കെ ഇതിപ്പോ നിങ്ങൾ നിസ്സാരമായിട്ട് വിചാരിക്കരുത്. നിങ്ങളുടെ മൊബൈലും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ സർവ്വ സാധനങ്ങളും അതിന്റെ ടെസ്റ്റും അതിന്റെ കാര്യങ്ങൾക്കായിട്ട് പോയി കഴിയുമ്പോൾ ഇതൊക്കെ വെളിയിൽ വരും. കള്ളം പറയരുത്. ഇവിടെ നാട്ടിൽ എത്രയോ സ്ത്രീകളുണ്ട്, നിങ്ങളുമായിട്ട് ഇടപെടുന്നവരും അവരുമായിട്ട് ഇടപെടുന്നവരും അവിടെ ഉള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അവരാരും ഒന്നും പറയാതെ ഒറ്റക്കൊട്ടായിട്ട് ഈ ഒരു സ്ത്രീയെ മാത്രം അവര് പോയി പറയുന്നത് വെറുതെ ആവുമോ? അതൊന്നും പറയരുതേ. നമ്മളിവിടെ വിവരമില്ലാത്തവരല്ലേ. നോക്കിയാൽ മതി. എന്തോന്ന് തിരക്കാൻ, എന്തോന്ന് തിരക്കാൻ? ഒന്ന് പറഞ്ഞ ഉടനെ അവളെ അങ്ങ് എടുക്കുവോ?